സംസ്ഥാനത്ത് ലൈബ്രറി സേവനങ്ങളുടെ ഫീസ് കൂട്ടി എന്നൊരു വിവരം വരുന്നുണ്ട്. പിഴത്തുക ഇരട്ടിയാക്കും ഇനി മുതൽ. പഴയ പത്രങ്ങളുടെയും ആനുകാലികങ്ങളുടെയും പകർപ്പിനും നിരക്ക് കൂട്ടും. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകാൻ പോകുന്നത് തിരുവനന്തപുരത്തു നിന്ന്. ഉമേഷ്, ഇതെന്താണ് പെട്ടെന്ന് ഈ ലൈബ്രറി സേവനങ്ങളുടെ ഫീസ് കൂട്ടുന്നത്? അപ്പോൾ എല്ലാ ഫീസും കൂട്ടുകയാണ്, അപ്പോൾ അതിൻ്റെ കൂടെ എന്നാൽ ലൈബ്രറി സേവനങ്ങളുടെ ഫീസും അങ്ങ് കൂട്ടിയേക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ തന്നെ വായിക്കാൻ ആളെ കിട്ടാത്ത കാലമാണ്. തീർച്ചയായും. അതായത് ലൈബ്രറി സേവനങ്ങൾ കൂടി സർക്കാരിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായി കാണുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. 2019 ഇതിനു മുൻപ് ഇത്തരത്തിൽ ലൈബ്രറി ഫീസുകളും സർവീസുകളുടെയും നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതിപ്പോൾ ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സെൻട്രൽ ലൈബ്രറിയാണ് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം ഏറ്റവും സുപ്രധാനം പുസ്തകങ്ങളുടെ പിഴത്തുക. നിലവിൽ ഒരു നിശ്ചിത കാലയളവിൽ പുസ്തകങ്ങൾ കയ്യിൽ വെക്കാം മെമ്പർഷിപ്പ് ഉള്ളവർക്ക്. അത് ആ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും 1 രൂപ എന്ന നിരക്കിൽ ഈടാക്കിക്കൊണ്ടിരുന്നത് ഇനി മുതൽ ഓരോ ദിവസവും 2 രൂപ വീതം ഈടാക്കും എന്നാണ് പുതിയ ഉത്തരവ് പ്രകാരം അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, പഴയ പത്രങ്ങൾ, ആനുകാലികങ്ങൾ, റെഫറൻസ് വിഭാഗത്തിൽ നിന്ന് പ്രിൻ്റ് ഉപയോഗിക്കുന്നതിന് നേരത്തെ അത് A3 സൈസിന് 5 രൂപയും A4 സൈസിന് 3 രൂപയുമായിരുന്നു. ഇത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. A3 സൈസിന് 10 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. A4 സൈസിന് 5 രൂപയും. കൂടാതെ സർക്കാരിൻ്റെ ഗസറ്റഡ് ഉത്തരവുകൾ, നോട്ടിഫിക്കേഷനുകൾ എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നേരത്തെ ആദ്യ ഒരു പേജിന് 20 രൂപയും തുടർന്നുള്ള പേജുകൾക്ക് 15 രൂപയുമായിരുന്നു. എന്നാൽ അത് ആദ്യ പേജിന് 25 രൂപയും തുടർന്നുള്ള പേജുകൾക്ക് ഓരോ പേജിനും 20 രൂപ വീതവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി രേഖകൾ പേജ് 1-ന് 15 രൂപയും CD റൈറ്റിങ്ങിന് 55 രൂപയുമായിരുന്നു നേരത്തെ ചാർജ്. അത് പേജ് 1-ന് 20 രൂപയായും CD റൈറ്റിങ്ങിന് 60 രൂപയായും ഉയർത്തിയിരിക്കുന്നു. ഈ രീതിയിൽ ഇത്തരത്തിൽ ധനസമാഹരണത്തിൻ്റെ ഭാഗമായി കൂടി ലൈബ്രറി സേവനങ്ങളെ സർക്കാർ കാണുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ലൈബ്രറി പ്രധാനമായി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളും ഗവേഷകരും സാധാരണ വായിക്കാൻ താല്പര്യമുള്ളവരുമാണ്. അത്തരത്തിൽ അവ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ലൈബ്രറി കൗൺസിൽ അടക്കം സർക്കാർ ഗ്രാൻഡ് നൽകി പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലൂടെ ഇത്തരത്തിൽ ലൈബ്രറി സേവനങ്ങൾക്ക് പണം കൂടുതലായി ഈടാക്കുന്നതോടുകൂടി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ, ഗവേഷകർ, ഒപ്പം സമാനമായി വായിക്കാൻ താല്പര്യമുള്ള ഒരു വലിയ സമൂഹത്തിന് കൂടി ഈ ഒരു തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. വിജയകുമാർ.